എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് എപ്പോഴും ഒരു ഓട്ടത്തിലാണല്ലേ? ജോലിയുടെ തിരക്ക്, വീട്ടിലെ കാര്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയെല്ലാം വരുമ്പോൾ ലൈഫ് ഒരു ഓട്ടത്തിലാണെന്ന് നമുക്ക് തോന്നും. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാനസിക സമ്മർദ്ദത്തിലേക്ക് വീഴാറുണ്ട്. ഈ സ്ട്രെസ് നമ്മുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും പതിയെ ഇല്ലാതാക്കും. എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. സ്ട്രെസ്സിനെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വെറും 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ട്രെസ്സിനെ ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ തന്നെ കാര്യമായി സഹായിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ പ്രതികരിക്കുന്ന ഒന്നാണ് നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് വേഗത്തിലാകുമ്പോൾ നമ്മൾ പേടിക്കാനും സാധ്യതയുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് ഉപയോഗിക്കേണ്ടത്, ഡീപ്പ് ബ്രീത്തിങ്. ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്നത് ബ്രീത്തിങ്ങിലൂടെയാണ്. ഒരു നിമിഷം ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടയ്ക്കുക. 4 സെക്കൻഡ് എടുത്ത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിർത്തുക. പതിയെ ഈ ശ്വാസം പുറത്തേക്ക് വിടുക എന്നതും പ്രധാനമാണ്. ദിവസവും 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയെ മുഴുവനായി ശാന്തമാക്കുകയും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിപ്പിക്കുകയും അതുവഴി സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ഇത് എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ ടിപ്പ് എക്സസൈസ് ആണ്. വലിയ ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ദിവസം ഒരു 10-20 മിനിറ്റ് നടന്നാൽ മതി. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ പുറത്തുവിടും. ഇത് മൂഡ് ബൂസ്റ്ററാണ്. ജോലിയുടെ ഇടവേളകളിൽ അല്പം നടക്കുക. വീട്ടിൽ നിന്ന് തന്നെ ലഘുവായ യോഗയോ സ്ട്രെച്ചിങ്ങോ ചെയ്യുക. ഇഷ്ടമുള്ള ഒരു പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുമെന്നറിയണം. ശാരീരികമായി നമ്മൾ ആക്റ്റീവായി ഇരുന്നാൽ മാനസിക സമ്മർദ്ദം താനെ കുറഞ്ഞോളും. എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരിക്കുന്നത് ഒഴിവാക്കുക. ഇന്നത്തെ കാലത്ത് സ്ട്രെസ് കൂട്ടുന്ന ഒരു പ്രധാന വില്ലനാണ് ഡിജിറ്റൽ ഉപകരണങ്ങൾ. സോഷ്യൽ മീഡിയയിലെ താരതമ്യപ്പെടുത്തലുകളും തുടർച്ചയായി നോട്ടിഫിക്കേഷനുകളും നമ്മുടെ മനസ്സിന് വിശ്രമം കൊടുക്കുന്നില്ല. ദിവസത്തിൽ ഒരു നിശ്ചിത സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ മാറ്റിവെക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ, ലാപ്ടോപ്പ് പോലുള്ള സ്ക്രീനുകൾ ഒഴിവാക്കുക. മൊബൈലിന് പകരം ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും. അതിലൂടെ അടുത്ത ദിവസത്തേക്കുള്ള മാനസികോർജം നൽകാനും പറ്റും. 4ാമത്തെ വഴി വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും പങ്കുവെക്കുമ്പോൾ അതിന്റെ ഭാരം കുറയുന്നത് പോലെ തോന്നും. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് അറിയുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ വിളിച്ച് സംസാരിക്കുക. സഹായം ചോദിക്കാനും മടിക്കരുത്. നല്ല ബന്ധങ്ങൾ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല പ്രതിരോധ സംവിധാനമാണ്. മറ്റൊന്ന് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക എന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിച്ച് മനസ്സിനെ അലട്ടാതെ ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ചായ കുടിക്കുമ്പോൾ അതിന്റെ രുചിയിലും മണത്തിലും മാത്രം ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ കാൽ നിലത്ത് തട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ നിമിഷവും ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ അനാവശ്യ ചിന്തകളും സമ്മർദ്ദങ്ങളും നമ്മെ വിട്ടുപോകും. ഇത് മനസ്സിന് ശാന്തതയും വ്യക്തതയും നൽകും. സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ 5 ലളിതമായ വഴികൾ അറിയാം. ഇതൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. സ്ഥിരമായ പരിശീലനം ആവശ്യമാണ്. ഈ 5 വഴികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസമുണ്ടാക്കും.